بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ ഫിത്ർ സക്കാത്തിനെ പറ്റിയാണ്. കഴിഞ്ഞ 4-5 വീഡിയോകളിലായി നമ്മൾ നോമ്പിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. നോമ്പ് കഴിഞ്ഞാൽ ഫിത്ർ സക്കാത്താണ്. അത് നിർബന്ധമായൊരു അമലാണ്. അത് പറയൽ വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ പേരിൽ ഇന്നത്തെ വീഡിയോ ഫിത്ർ സക്കാത്താണ്. ഫിത്ർ സക്കാത്ത് സംബന്ധമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 1-2 ഹദീസുകൾ ഞാൻ വായിക്കാം. അതിന് ശേഷമായിട്ട് മറ്റു കാര്യങ്ങൾ പറയാം. റവൽ ബുഖാരി വ മുസ്ലിം അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ സാഅൻ മിൻ തംറിൻ ഔ സാഅൻ മിൻ ശഈരിൻ അലൽ അബ്ദി വൽ ഹുർരി വദ്ദക്രി വൽ ഉൻസ വസ്സഗീരി വൽ കബീർ മിനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളിൽ നിന്ന് ചെറിയവരാവട്ടെ വലിയവരാവട്ടെ, ആണാവട്ടെ പെണ്ണാവട്ടെ, എല്ലാവർക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിത്ർ സക്കാത്തിനെ ഫർളാക്കിയിരിക്കുന്നു, നിർബന്ധമാക്കിയിരിക്കുന്നു. ഇതാണ് ഈ ഹദീസിൽ പറഞ്ഞത്. ഒരു ചെറിയൊരു കുട്ടി ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു നവജാത ശിശുവാണ്, ജനിച്ചിട്ട് 2 ദിവസമായിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് 2 മണിക്കൂർ മുമ്പ് ജനിച്ചതാണ്, റമദാൻ മാസത്തിൽ ജനിച്ചു എന്ന് പറയാൻ 2 മണിക്കൂർ മുമ്പ് ജനിച്ചാലും മതി. പെരുന്നാളാവണേൻ്റെ 2 മണിക്കൂർ മുമ്പ് ജനിച്ചാലും മതി, അല്ലെങ്കിൽ 2 മണിക്കൂർ എന്നില്ല, റമദാൻ മാസം കാണുന്നതിൻ്റെ അല്പം മുമ്പ് ജനിച്ചാലും മതി. അങ്ങനെയുള്ള കുട്ടിക്ക് പോലും ഫിത്ർ സക്കാത്ത് വുജൂബായി കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ നിലയ്ക്ക് എല്ലാവർക്കും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. വേറൊരു ഹദീസ് عن ابن عباس رضي الله عنهما قال فرض رسول الله صلى الله عليه وسلم زكاة الفطر طهرة للصائم من اللغو والرفث وطعمة للمساكين من أداها قبل الصلاة فهي زكاة مقبولة ومن أداها بعد الصلاة فهي صدقة من الصدقات. ഇങ്ങനെ 2 ഹദീസുകൾ. ഈ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്തുൽ ഫിത്ർ ഫർളാക്കി. നേരത്തെ പറഞ്ഞ മുസ്ലിമുകൾക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞു. ഏതോ ഒരു വ്യക്തി മുസ്ലിമായാൽ മതി. അപ്പോൾ ഓരോ വ്യക്തിക്കും അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫർളാക്കി എന്നത് ആ ഇതിൽ പറഞ്ഞത്. ഈ ഹദീസിൽ പറയുന്നത് സക്കാത്തുൽ ഫിത്റിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫർളാക്കി തുഹറത്തുൽ ലിസ്വാഇമി മിനൽ ലഗ്വ് വറഫസ്, ലഗ്വിനെ തൊട്ട് ശുദ്ധീകരിക്കാൻ വേണ്ടി, നോമ്പുകാരനുണ്ടായ നോമ്പിൻ്റെ സമയത്ത് ഉണ്ടായ പാകപ്പിഴവുകൾ സംസാരത്തിലോ പ്രവൃത്തിയിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ശുചീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫിത്ർ സക്കാത്തിനെ ഫർളാക്കിയത്. 1 റഫസിനെ തൊട്ടും, റഫസ് എന്ന് പറഞ്ഞാൽ വളരെ മോശമായ സംസാരം, ആരെങ്കിലും ചീത്ത പറയുക, കളവ് പറയുക പോലെയുള്ള സംസാരം. അത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. മോശമായ സംസാരം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അറിയാം. അപ്പം അങ്ങനെയുള്ള സംസാരങ്ങൾ നടന്നിട്ടുണ്ടാവാം. ഇപ്പോൾ നോമ്പുള്ള സമയത്ത് മനുഷ്യരാണല്ലോ, എന്തെങ്കിലുമൊക്കെ പറയാമല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ അത് പാകപ്പിഴവുള്ള സംസാരമൊക്കെ ആയിട്ട് വരുമ്പോൾ തെറ്റുകൾ ഉണ്ടാവാം. ആ തെറ്റുകളെ തൊട്ട് ശുചീകരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ, ഈ സക്കാത്തുൽ ഫിത്ർ നൽകുന്നതിനെ സംബന്ധിച്ച്, പാവങ്ങൾക്ക് സക്കാത്ത് കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു തആല അതെല്ലാം പുറത്ത് തരും. അതാണ് ശുചീകരിക്കുക എന്ന് പറയുന്നത്. തന്നെയല്ല ത്വഅമത്തൽ മസാക്കീൻ, പാവങ്ങൾക്ക് ഭക്ഷണമായിട്ട്, പാവങ്ങൾക്കുള്ളൊരു ഭക്ഷണത്തിന് സാധ്യത ഇവിടെ ഉള്ളത്
ഫിത്ർ സക്കാത്ത് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം 5 ആളുള്ള ഒരു കുടുംബത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു 16 കിലോ അരി നമ്മൾ കൊടുക്കും. ഈ 5 ആളുള്ള കുടുംബത്തിലുള്ള ആ പ്രധാനപ്പെട്ട ആരാണെങ്കിൽ ആ കുടുംബനാഥൻ സക്കാത്ത് കൊടുക്കും. അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പെരുന്നാളും സുഭിക്ഷമായിട്ട് കഴിയാനുള്ള സൗകര്യമുണ്ട്. ഇത് പാവങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂ അറിയുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് വലിയൊരു കാര്യമായി. അപ്പോൾ പെരുന്നാൾ നന്നായിട്ട് കഴിക്കാനുള്ളൊരു സൗകര്യമായി. അതിൻ്റെ പേരിൽ പാവങ്ങൾക്ക് ഭക്ഷണമായിട്ടും പിന്നെ ലഹവ് റഫസ് മുതലായ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനാലുണ്ടാകുന്ന വിഷമങ്ങളെ അള്ളാഹു തആല പുറത്തു തരാനും വേണ്ടിയിട്ടാണ് സക്കാത്തിനെ ഫറലാക്കിയത്, ഫിത്ർ സക്കാത്തിനെ ഫറലാക്കിയത്. ഇതാണ് ഈ ഹദീസിൽ പറഞ്ഞത്. മന്നത്തഹ ബഅദ സ്വലാത്തി, പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം അത് കൊടുക്കുകയാണെങ്കിൽ ഫയ്യ സദഖത്തുൻ, പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായിട്ട് കൊടുക്കുകയാണെങ്കിൽ മന്നത്തഹ ഖബല സ്വലാത്തി, പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഫയ്യ സക്കാത്തുൻ മഖ്ബൂല, അപ്പോൾ സ്വീകാര്യയോഗ്യമായ ഒരു സക്കാത്താണ്. മന്നത്തഹ ബഅദ സ്വലാത്തി, നിസ്കാരത്തിന് ശേഷം കൊടുക്കുകയാണെങ്കിൽ ഫയ്യ സദഖത്തുൻ മിന സദഖാത്ത്, അത് ഒരു ദാനധർമ്മമായിട്ട് പരിഗണിക്കപ്പെടും. അപ്പോൾ പെരുന്നാളിൻ്റെ നിസ്കാരത്തിൻ്റെ മുമ്പായിട്ടാണ് കൊടുക്കേണ്ടത്, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പായിട്ട്. അപ്പോൾ നമ്മളൊരു 5 ആളുള്ള കുടുംബം, ഒരു 2 ആളുള്ള കുടുംബത്തെ പറ്റി ഇനി പറയാൻ നേരത്തെ 5 ആളുള്ള പറഞ്ഞു. 2 ആളുള്ള ഒരു കുടുംബത്തിന് 6.25 കിലോ അരി നമ്മൾ വാങ്ങിയിട്ട് അതവിടെ നീക്കി വെക്കുക. നമ്മൾ പിന്നെ ഈ മാസം കണ്ട ഉടനെ അരി വാങ്ങി അല്ലെങ്കിൽ ഉള്ള അരിയിൽ നിന്നെടുത്ത് നല്ല അരി കൊടുക്കണം, ഏറ്റവും നല്ല മികച്ച അരി. ഈ മോശപ്പെട്ട അരികളൊന്നും കൊടുക്കാൻ പാടില്ല. വളരെ നല്ല അരി കൊടുത്ത് അത് ഉടനെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അരി വാങ്ങുകയാണെങ്കിൽ വാങ്ങിയിട്ട് അത് നമ്മൾ ഇത് ഫിത്ർ സക്കാത്തിനുള്ള അരിയാണെന്നുള്ള നിയ്യത്തോടു കൂടെ അത് നീക്കി വെക്കുക. അതല്ലെങ്കിൽ ഒരാളെ ഏൽപ്പിക്കുക. അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പെരുന്നാളിൻ്റെ നിസ്കാരത്തിൻ്റെ മുമ്പായിട്ട് അത് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു വെക്കണം. അതാണ് ഫിത്ർ സക്കാത്തിനെ പറ്റിയുള്ള ഈ ഹദീസിൽ പറഞ്ഞത്. ഒരു സാണ് കൊടുക്കേണ്ടത്. ഒരു സാ എന്ന് പറഞ്ഞാൽ 3.25 കിലോ, ഒരാൾക്കൊരു സാ വീതം. അത് ഓരോ പ്രദേശത്തും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനം ഏതാണെങ്കിൽ അതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അരിയാണ്, അപ്പോൾ നമ്മളുടെ ഭക്ഷ്യധാന്യം അരിയായതുകൊണ്ട് ആ അരിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അറേബ്യയിലൊക്കെ ഇപ്പോൾ കാരക്കയാണ്, അതല്ലെങ്കിൽ ഗോതമ്പൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഈ പറഞ്ഞ തൂക്കനുസരിച്ച് അത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇത് കൊടുക്കേണ്ട സമയം പറഞ്ഞു പെരുന്നാളിൻ്റെ മുമ്പായിട്ട് എന്നുള്ളത്. ഈ ഫിത്ർ സക്കാത്ത് ഫറലാക്കിയത് ഷാബാൻ മാസം, ഹിജ്റ 2-ാം വർഷം ഷാബാൻ മാസത്തിലാണ്. അപ്പോൾ ഗോതമ്പ്, അരി, കാരക്ക, ഇത് ഓരോ നാട്ടിലും പ്രധാനപ്പെട്ട ഭക്ഷണം ഏതാണെങ്കിൽ അതാണ് കൊടുത്തു വീട്ടേണ്ടത്. പെരുന്നാൾ സുദിനത്തിൽ നമ്മൾക്ക് വേറെ ചില സുന്നത്തുകൾ ഉണ്ട്. പെരുന്നാളായി കഴിഞ്ഞാൽ 2 പെരുന്നാളിനാണ് മുസ്ലിംകൾക്ക്
മഷ്റൂആയ ഒരു ആഘോഷം രണ്ട് പെരുന്നാളാണ്. ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. ഓരോ പെരുന്നാളിനും പിന്നെ സുന്നത്തായ കുളിയുണ്ട്, ഫറദായ കുളിയുണ്ട്. നമ്മളതിനെ സംബന്ധിച്ചൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ പെരുന്നാളിനായിട്ടൊരു കുളിക്കൽ സുന്നത്താണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം എന്താവും നമുക്ക് തരും. നമ്മളൊന്ന് കുളിച്ചത് കാരണം പ്രതിഫലം തരും അല്ലാഹു. അതാണ് സുന്നത്തായ കുളി എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുളിക്കുക, നല്ല ഏറ്റവും നല്ല ഡ്രസ്സ് ധരിക്കുക. അതാണ് പെരുന്നാളിനൊക്കെ പുതിയത് എടുക്കുക എന്ന് വെക്കുന്നുണ്ടല്ലോ നമ്മൾ. അപ്പോൾ ഏറ്റവും ഭംഗിയുള്ള അല്ലെങ്കിൽ നല്ല ഡ്രസ്സൊക്കെയാണ് ധരിക്കേണ്ടത്. അങ്ങനെ സുഗന്ധം ഒക്കെ പുരട്ടിയിട്ട് പിന്നെ നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുക. അതാണ് നേരത്തെ പള്ളിയിൽ പോവുക അല്ലെങ്കിൽ മുസല്ലയിൽ പോവുക. ഇങ്ങനെ നിസ്കാരം എവിടെ വെച്ച് നിർവഹിക്കണം? നിസ്കാരമാണ് പ്രധാനപ്പെട്ട ഒരു അമലവിടെ. ഫിത്ർ സക്കാത്ത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു അമല് പെരുന്നാൾ നിസ്കാരമാണ്. പെരുന്നാൾ നിസ്കാരത്തെ സംബന്ധിച്ച് പറയാനുള്ളത് 12 തക്ബീരോട് കൂടിയാണ് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കപ്പെടേണ്ടത്. ആദ്യത്തെ റക്അത്തിൽ 7 തക്ബീറും രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറും. തക്ബീർ എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് മാത്രം പറയുന്നതിനാണ് തക്ബീർ എന്ന് പറയുന്നത്. പിന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, ഇതിനും തക്ബീർ തന്നെ പറയാം. ഈ തക്ബീർ ചൊല്ലുന്ന മറ്റൊരു സമയമുണ്ട്, ആ സമയത്തെ സംബന്ധിച്ച് പിന്നീട് പറയാം. അപ്പോൾ നിസ്കാരത്തിലുള്ള ഈ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പറയലാണ് ചെറിയ പെരുന്നാളിൻ്റെ സുന്നത്ത് നമസ്കാരം. 2 റക്അത്ത് അല്ലാഹുവിനെ നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തിട്ട് നമ്മൾ പിന്നെ കൈകെട്ടുമല്ലോ. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ട് കൈകെട്ടലാണ്. അപ്പോൾ നിസ്കാരത്തിൽ പ്രവേശിച്ചു. ഇങ്ങനെ നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ ഇനിയാണ് 7 തക്ബീർ ചെല്ലേണ്ടത്. അല്ലാഹു അക്ബർ 1 തക്ബീറായി, അല്ലാഹു അക്ബർ 2 തക്ബീറായി, അല്ലാഹു അക്ബർ 3 ആയി, അല്ലാഹു അക്ബർ 4, അല്ലാഹു അക്ബർ 5, അല്ലാഹു അക്ബർ 6, അല്ലാഹു അക്ബർ 7. ഇങ്ങനെ 7 തക്ബീർ. ഈ 7 തക്ബീർ ചെല്ലുമ്പോൾ ഇത്ര വേഗത്തിലല്ല ഓരോന്നിനും തക്ബീർ ചെല്ലേണ്ടത്. കുറച്ച് സമയം അവിടെ എടുക്കണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ഓരോ 2 തക്ബീറിൻ്റെ ഇടയ്ക്ക് പറയാനുള്ള സമയം എടുത്തുകൊണ്ടായിരിക്കണം ഈ 7 തക്ബീർ ഇങ്ങനെ ചെല്ലേണ്ടത്. അപ്പോൾ 2 തക്ബീറിൻ്റെ ഇടയ്ക്ക് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് തസ്ബീഹ് ചെല്ലണം. ഇങ്ങനെ ചൊല്ലിയിട്ട് 7 തക്ബീർ കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ തക്ബീറത്തുൽ ഇഹ്റാം ഇതിൽ പെടില്ല. നിയ്യത്തോടു കൂടി അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് കഴിച്ചും അത് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് അതിന് പേര് പറയാം. ആ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഇഹ്റാം അതിനൊന്ന് വിവരിക്കേണ്ടതുണ്ട്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹറാമാക്കുന്ന തക്ബീർ എന്നാണ്. അതുവരെ എന്തൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നോ ഹലാലായിരുന്നോ അതൊന്നും ഇപ്പോൾ ചെയ്യാൻ പാടില്ല. ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ആളുകളായിട്ട് സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇപ്പോൾ ഹറാമാണ്. ഏത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ തക്ബീർ ചൊല്ലിയിടം മുതൽ ഹറാമാണ്. അതുകൊണ്ടാണ് അതിന് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. അപ്പോൾ നമസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ പ്രവേശിക്കൽ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ടാണ്. അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ 7 തക്ബീറില്ല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് നേരത്തെ പറഞ്ഞ പോലെ 7 തക്ബീറില്ല. ഈ 7 തക്ബീറിൻ്റെ ഇടക്ക് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള ആ തസ്ബീഹ് ചെല്ലണം. അത് കഴിഞ്ഞാൽ 7 കഴിഞ്ഞാൽ പിന്നെ സാധാരണ നമസ്കരിക്കുന്നത് പോലെ പിന്നെ ഫാത്തിഹ ഓതി, ഒരു സൂറത്ത് ഓതി, പിന്നെ അങ്ങനെ പിന്നെ റുക്കൂഅ് ചെയ്യുക, ഇഅ്തിദാൽ ചെയ്യുക, 2 സുജൂദ് ചെയ്യുക, ആ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് 2 സുജൂദിൻ്റെ ഇടയിലിരിക്കുക. അങ്ങനെയുള്ള ആ അമൽ അതൊക്കെ ആ ഫർളുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കും. രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മൾ രണ്ടാമത്തെ റക്അത്തിലേക്ക് പോകുമ്പോൾ ഒരു തക്ബീർ ഇല്ലല്ലോ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട്. ആ തക്ബീർ കൂടാതെ 5 തക്ബീറുകളാണ്. 5 തക്ബീർ. അല്ലാഹു അക്ബർ
അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അങ്ങനെ 5 തക്ബീർ. അതിൻ്റെ ഇടയ്ക്ക് സമയം വേണം കേട്ടോ. ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു എന്നല്ലോ, ഇതിൻ്റെ ഇടയ്ക്ക് സമയം വേണം. സമയം എടുക്കുന്നത് എന്തിനാ? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പറയാനുള്ള സമയം എടുക്കണം. ഇങ്ങനെ ആ 5 തക്ബീറും കഴിഞ്ഞാൽ പിന്നെ മുമ്പ് ചെയ്തതുപോലെ ഫാത്തിഹയും സൂറത്തും ഓതി റുക്കൂ ചെയ്ത് ഇത്ദാല് ചെയ്ത് പിന്നെ സലാം വീട്ടാം. തഹിയ്യാത്ത് ഓതി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം വീട്ടാം. ഇനി ഈ അപ്പോൾ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞു. ഇത് നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇമാമോടുകൂടി നിസ്കരിക്കുമ്പോഴോ ഇമാമ് ചെയ്യും ഈ വക കാര്യങ്ങൾ നമ്മളും ചെയ്യണം മൊത്തം. ഇമാമ് ഈ 7 തക്ബീറും 5 തക്ബീറും അങ്ങനെ 12 തക്ബീർ ഇമാമ് ഉറക്കെ പറയും. ആ പറയുന്ന അനുസരിച്ച് നമ്മളും ഇമാമോട് കൂടി നമ്മളും പറയണത്. അങ്ങനെ 7 12 തക്ബീർ നമ്മളും ചൊല്ലി അങ്ങനെ 2 പേരുടെയും ഇമാമിൻ്റെയും മഅ്മൂമികളുടെയും നിസ്കാരം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെയ്യേണ്ട കാര്യമുണ്ട്. അത് ഞാൻ ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. ഈ നമസ്കാരത്തിൽ ഉള്ള തക്ബീർ ഒരാൾ മറന്നു കഴിഞ്ഞാൽ അത് വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ്. നമസ്കാരത്തിലുള്ള സുന്നത്തുകൾ 2 തരമുണ്ട്. അബാദ് സുന്നത്ത്, ഹൈആത്ത് സുന്നത്ത്. അബാദ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ മറന്നു പോയാൽ അതിന് പരിഹാരമുണ്ട്, പരിഹരിക്കാൻ പറ്റും. അപ്പോൾ വീണ്ടെടുക്കാൻ പറ്റും. അതെങ്ങനെ വീണ്ടെടുക്കുക? സഹ്വിൻ്റെ 2 സുജൂദ് ചെയ്തിട്ട് വീണ്ടെടുക്കലാണ്. അതിന് പകരമായിട്ട് സഹ്വിൻ്റെ സുജൂദ് ചെയ്യുക, 2 സുജൂദ് ചെയ്യുക, സലാം വീട്ടുന്നതിൻ്റെ അല്പം മുമ്പായിട്ട് ആ സുജൂദ് ചെയ്തിട്ട് അങ്ങനെ സലാം വീട്ടുക ചെയ്യുക. അപ്പോൾ അതിന് അബാദ് സുന്നത്ത് മറക്കണം. അബാദ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ കുനൂത്ത് അബാദ് സുന്നത്തിൽപ്പെട്ടതാണ്. ആദ്യത്തെ തഹിയ്യാത്ത് അബാദ് സുന്നത്തിൽപ്പെട്ടതാണ്. ഈ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ 2-ൽ ഏതെങ്കിലും ഒന്ന് മറന്നു നോക്കുക, അല്ലെങ്കിൽ 2ഉം മറന്നു നോക്കുക. ഇങ്ങനെ മറന്നു കഴിഞ്ഞാൽ ഇത് അബാദ് സുന്നത്താണ് മറന്നത് എന്നുള്ള നിലയിൽ അതിന് പരിഹാരം നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ സുജൂദ് ചെയ്യുക. ഈ സുന്നത്ത് മറന്നെന്ന് വെച്ചിട്ട് ആദ്യത്തെ തയ്യാത്ത് മറന്ന ഒരാൾ മറന്ന് ആ തയ്യാത്ത് പിന്നെ നമ്മൾ മറന്നിട്ട് സുജൂദിലേക്ക് മറ്റോ പോയ സമയത്ത് പിന്നെ ആ തയ്യാത്ത് വീണ്ടും ഓതാൻ വേണ്ടി മടങ്ങി വരാൻ പാടില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞ ആൾ നിസ്കാരം പാത്തിലായി. അപ്പോൾ അത് പാടില്ല. അപ്പോൾ അത് അവസാനം 2 സുജൂദ് ചെയ്യലാണ്. സഹ്വിൻ്റെ സുജൂദ് എന്നതിന് പേര് പറയും. ഇത് ഇമാമ് മറന്നാലും ശരി. ഇനി അപ്പോൾ ഈ തക്ബീർ മറന്നാലോ ഇങ്ങനെ സുജൂദ് ചെയ്യേണ്ടതില്ല. മറന്ന് അങ്ങനെ പോയിക്കോട്ടെ നിൽക്കാനേ പറ്റില്ല, അതിന് പരിഹാരമില്ല. അങ്ങനെ ഇത് ഹൈആത്ത് സുന്നത്തിൽപ്പെട്ടതാണ് ഈ തക്ബീറൊക്കെ. അപ്പോൾ അത് മറന്നാൽ അതിലൊരു പ്രശ്നമാക്കാനില്ല. അത് ഞാൻ ഇപ്പോൾ വീണ്ടെടുക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ചിന്താഗതി അവിടെ ആവശ്യമില്ല. അത് മറന്നത് അങ്ങനെ പോയിക്കോട്ടെ. അങ്ങനെയാണ് മറന്നാൽ ഇതിനെപ്പറ്റി ചിന്തിക്കാനുള്ളത്. പിന്നെ അപ്പം നിസ്കാരം നമ്മൾ കഴിഞ്ഞു. ഇനി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഖുത്ബുണ്ട്, ഖുത്ബോധ. അത് നിസ്കാരത്തിന് ശേഷമാണ് ഖുത്ബ. ജുമാക്കുള്ള ഖുത്ബ പോലുള്ള ഒരു ഖുത്ബയാണ്. ആ ജുമാക്കുള്ള ഖുത്ബ നിസ്കാരത്തിൻ്റെ മുമ്പാണ് ചെയ്യല്. വെള്ളിയാഴ്ചകളിലൊക്കെ നിസ്കാരത്തിൻ്റെ മുമ്പല്ലേ ഖുത്ബ ഓതുന്നത്. ഈ പെരുന്നാളിൻ്റെ ഖുത്ബ നിസ്കാരത്തിന് ശേഷം. അതുപോലെ ഖുത്ബ ഓതേണ്ട പിന്നെ വേറെ നിസ്കാരങ്ങളൊക്കെ ഉണ്ട്. ഇസ്തിസ്ഖാ എന്ന് പറഞ്ഞാൽ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്വം, അവിടെ നമസ്കാരം, അതിനു വേണ്ടി ഖുത്ബ ഓതലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പെരുന്നാൾ നിസ്കാരമാണ്. ഇത് വലിയ പെരുന്നാളിലും ഇത് തന്നെയാണ്. 7, 5, 12 തക്ബീറും ഖുത്ബ ഓതലും, നിസ്കാരത്തിന് ശേഷം ഖുത്ബ ഓതലും. ഈ ഖുത്ബനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഖുത്ബ ഓതുന്നത് ശ്രദ്ധിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇരിക്കട്ടെ, എന്നിട്ട് അവർ ശ്രദ്ധിച്ച് കേൾക്കട്ടെ ഖുത്ബ. അതല്ല പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് പോയും ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും പുണ്യകരമായത് ആ ഖുത്ബ മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളവിടുന്ന് പിന്നെ ഖുത്ബ കഴിഞ്ഞ് അങ്ങനെ പിരിഞ്ഞു പോവുകയാണ് വേണ്ടത്. ഖുത്ബ കേൾക്കാനും എല്ലാവരും ഖുത്ബ കേൾക്കുക എന്നുള്ളത് ഒരു അമലാണ്, അതൊരു ഇബാദത്താണ്. അതിൻ്റെ പേരിൽ അതിനുള്ള പ്രതിഫലം അല്ലാഹു തരും. ആ ഖുത്ബ നമ്മൾ മനസ്സിലാക്കിയോ ഇല്ലേ എന്നുള്ളതല്ല. അതിപ്പോൾ അറിയാതെ കണ്ട് പിന്നെ അവിടെ ഇരുന്നിട്ട് എന്താ എന്നുള്ളത് ചിന്തിക്കേണ്ടതില്ല. നമ്മൾ പെരുന്നാൾ ഖുത്ബ മാത്രമല്ലല്ലോ, ജുമായുടെ ഖുത്ബ ഓരോ ആഴ്ചയിലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അത് ചിലപ്പോൾ മനസ്സിലാവാത്ത ഭാഷയിലാണ്, അറബി എല്ലാവർക്കും അറിയില്ല. അപ്പോൾ അത് ഓതുന്ന കാര്യത്തിൽ
അറബിയിൽ തന്നെ ഓതുന്നത് മലയാളത്തിൽ ഓതുകയാണെങ്കിലല്ലേ ആവുള്ളൂ എന്നുള്ള ചിന്താഗതിയൊക്കെ ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് നമ്മൾ പ്രശ്നമാക്കേണ്ടതില്ല. അത് കേൾക്കുക എന്നുള്ളത് തന്നെ ഒരു ഇബാദത്താണ്. അതിനുള്ള പ്രതിഫലം അല്ലാഹു തരും. ആ ഖുത്ബയിൽ എന്ത് പറഞ്ഞു എന്നുള്ളത് എല്ലാം നമ്മൾക്ക് അവിടെ വിഷയം. പിന്നെ ഇപ്പോൾ അതിനെ സംബന്ധിച്ച് എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കാരണം പല ഭാഷക്കാരും ഇപ്പോൾ സമ്മേളിക്കുന്നതാണ് വെള്ളിയാഴ്ച ദിവസം. പല ഭാഷക്കാരുണ്ടാവും. എല്ലാവരെയും മനസ്സിലാക്കൽ കൊണ്ട് തൃപ്തിപ്പെടുത്താൻ കഴിയില്ലല്ലോ. അപ്പം അത് വേണ്ട. എങ്ങനെയാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർവഹിച്ചത് അതേമാതിരി നമ്മൾ നിർവഹിക്കുക. അത് അറബി ഭാഷയിലാണ്. അത് അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ അത് കേൾക്കാൻ വേണ്ടി തയ്യാറായി നമ്മൾ ഇരിക്കണം. അത് കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. പക്ഷെ ഇത് സുന്നത്തായ ഒരു അമലായതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഷ്ടമുള്ളവർ ഇരുന്നോട്ടെ, അല്ലാത്തവർക്ക് പോവാം എന്ന് പറഞ്ഞു എന്നുള്ള കാര്യം ഞാനിവിടെ ഉണർത്തുകയാണ്. ആ ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അത് പോവാനുള്ളൊരു പ്രോത്സാഹനമായിട്ട് കരുതരുത്. ഇത് ഖുത്ബ നമ്മൾ കേൾക്കാനിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ വളരെയധികം പ്രതിഫലം അല്ലാഹു തരും. അപ്പോൾ അത് ഖുത്ബ കേട്ട് അതിനുശേഷമാണ് പിരിഞ്ഞു പോകൽ. അപ്പോൾ ഖുത്ബ നമസ്കാര ശേഷം ഖുത്ബ ഓതി കഴിഞ്ഞാൽ ആ ഖുത്ബ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകും. ഇങ്ങനെയാണ് പെരുന്നാളിൻ്റെ തക്ബീറും ചെല്ലലും പെരുന്നാൾ നിസ്കാരവും ഖുത്ബയും സക്കാത്തുൽ ഫിത്റും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.